ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ശരീരത്തിന് അകത്തും പുറത്തും സകല അവയവങ്ങൾക്കും സാമാന്യം നല്ല വ്യായാമം കിട്ടുകയും ഇത് അരക്കെട്ടിലും ഇടുപ്പിലെയും ദുർബലസ് കുറയ്ക്കാനും സഹായിക്കുന്ന 3 യോഗാസനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ത്രികോണാസനം. ഇത് 1, 2, 3 ഉണ്ട്. ത്രികോണാസനം 1. ചെയ്യേണ്ട വിധം: നേരെ നിവർന്നു നിൽക്കുക. പാദങ്ങൾ ഉയർത്തുന്നതനുസരിച്ച് 2-2.5 അടി അകലത്തിൽ വയ്ക്കുക. കൈകൾ അതാത് വശങ്ങളിൽ തുടയോട് ചേർത്ത് വയ്ക്കുക. വിരലുകൾ ചേർന്നും നിവർന്നിരിക്കണം. ശ്വാസം എടുക്കുന്നതോടുകൂടി കൈകൾ അതാത് വശങ്ങളിൽ കൂടി പൊക്കി തോളിന് സാമ്യമായി വശങ്ങളിലേക്ക് നീട്ടിപ്പിടിക്കുക. വിരലുകൾ നീട്ടിയിരിക്കണം. കൈകൾ രണ്ടും ഒരേ ലെവലിൽ ആയിരിക്കണം. കൈമുട്ടുകൾ തളർത്തരുത്. ഉള്ളം കൈ കമിഴ്ത്തിരിക്കട്ടെ. തലയുയർത്തി നേരെ നോക്കി നിൽക്കുക. 2-3 തവണ സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ദീർഘമായ ശ്വാസം എടുക്കുക. 2 സെക്കൻഡ് കഴിഞ്ഞ് ശ്വാസം വിടുന്നതിനോടൊപ്പം അതേ നിലയിൽ അരയ്ക്ക് മുകൾ ഭാഗം മുഴുവനും ഇടത്തോട്ട് തിരിക്കുക. കൈകൾ, തല, കണ്ണ്, കഴുത്ത്, നെഞ്ച്, തോളുകൾ എല്ലാം തിരിക്കണം. കൈകൾ നിലയ്ക്ക് മാറ്റം വരുത്തരുത്. ഇടത് കൈ പൊക്കുന്നതിന് അനുസരിച്ചായിരിക്കണം വലത് കൈ പോകുന്നതും. പാദങ്ങൾ സ്ഥാനചലനം സംഭവിക്കരുത്. പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൈവിരൽ തുമ്പിലേക്കായിരിക്കണം ദൃഷ്ടി. അതിനനുസരിച്ച് കഴുത്തും തലയും തിരിക്കണം. പരമാവധി ചരിഞ്ഞു കഴിയുമ്പോൾ ശ്വാസം വിട്ടുതീർക്കുകയും 2 സെക്കൻഡ് അതേ നിലയിൽ നിന്നിട്ട് സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയതുപോലെ നേരെ വരിക. ഇനി ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് ഇതുപോലെ തന്നെ വലതു ഭാഗത്തേക്കും പരമാവധി ചരിക്കുക. മുൻ പറഞ്ഞ വിധം ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ഇപ്പോൾ ഒരു പ്രാവശ്യമായി. ടൈം ഡ്യൂറേഷൻ: ഇത് 5 തവണ ചെയ്യുക. തുടർച്ചയായി ചെയ്യണം എന്നില്ല. കൈ കഴപ്പുണ്ടെങ്കിൽ 1-2 തവണ കഴിഞ്ഞ് കൈകൾ താഴെ ഇടാം. ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കാം. ത്രികോണാസനം 2. ചെയ്യേണ്ട വിധം: പ്രാരംഭം: ത്രികോണാസനം 1-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൈകൾ അതാത് വശങ്ങളിൽ നീട്ടി നിൽക്കുക. ഈ നിലയിൽ ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് അരയ്ക്ക് മേൽഭാഗം വലത്തെ കൈയും വലത് ഭാഗത്തേക്ക് ചരിയുക. ചരിഞ്ഞു വന്ന് വലത് കൈവിരൽ വലതേ ഒപ്പൂറ്റിൽ മുട്ടിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടത് കൈ വലത് കൈയിലേക്കും സമാന്തരമായി മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരണം. ദൃഷ്ടികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇടത് കൈവിരലിലൂടെ അറ്റത്തേക്കായിരിക്കണം. താഴത്തേക്ക് പോകുന്ന കൈ ഒപ്പൂറ്റികളിൽ തൊടുന്നതിന് പകരം കാലിൻ്റെ പുറം വടിയിൽ കമിഴ്ത്തി വയ്ക്കുകയും ആവാം. 2 സെക്കൻഡ് ഈ നിലയിൽ നിന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയതുപോലെ സാവധാനം ഉയർന്ന് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ തന്നെ ഇടത് ഭാഗത്തേക്ക് ചരിയുക. ശ്വാസം വിട്ടു തീർന്നാൽ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. അതേ ശ്വാസം തന്നെ വിട്ട് 2ാമത്തെ റൗണ്ടും ആരംഭിക്കാം. കൈകൾ കമിഴ്ത്തി വയ്ക്കുന്നുണ്ടെങ്കിൽ കൈകൾ താഴത്തേക്ക് ഇട്ട് അല്പം വിശ്രമിച്ചിട്ട് വീണ്ടും തുടങ്ങാം. 2 കൈകളുടെയും ഗതി തുല്യമായിരിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന അഭ്യാസത്തിൽ മാത്രം മനസ്സിരുത്തുക. ഓരോ നീക്കങ്ങളിലും സാവധാനം ആയിരിക്കണം. ഉയർന്നു നിൽക്കുന്ന കൈവിരലിലേക്ക് നോക്കുമ്പോൾ മുഖവും അതിനനുസരിച്ച് ചരിഞ്ഞുകൊണ്ട് ഇരിക്കണം. 5 റൗണ്ട് ചെയ്യുക. ഇത് ഇടത്തോട്ടും വലത്തോട്ടും ഓരോ പ്രാവശ്യം ചരിയുമ്പം 1 റൗണ്ടായി. ത്രികോണാസനം 3. ചെയ്യേണ്ട വിധം: ത്രികോണാസനം 1-ൽ പറഞ്ഞിരിക്കുന്ന പ്രാരംഭ നില സ്വീകരിക്കുക. കൈകൾ ഇരുവശങ്ങളിലേക്കും നീട്ടിപ്പിടിക്കുക. ദീർഘമായി ശ്വാസം എടുത്ത് സാവധാനം വിട്ടുകൊണ്ട് ശരീരം അല്പം വലത്തോട്ട് ചാഞ്ഞ് കുനിഞ്ഞു വന്ന്
ഇടത് കൈവിരൽ കൊണ്ട് വലത് കാലിൻ്റെ പെരുവിരലിൽ തൊടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വലത് കൈ നേരെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ തലയും വലത്തോട്ട് തിരിച്ച് പൊങ്ങി നിൽക്കുക. വിരലിൻ്റെ അറ്റത്തേക്ക് ദൃഷ്ടികൾ ആയിക വേണം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ നിവർന്ന് നിൽക്കുക. ശ്വാസം വിട്ട് വലത് കൈകൊണ്ട് ഇടത് കാലിൻ്റെ പെരുവിരലിൽ തൊടുക. വലത് കൈ ഇടത് കാലിലും ഇടത് കൈ വലത് കാലിലും മുട്ടിക്കുക. ഓരോന്നും കഴിയുമ്പോൾ നേരെ നിവർന്ന് നിന്ന് കൈകൾ ഇരുവശത്തേക്കും നീട്ടി നിൽക്കണം. എന്നിട്ട് വേണം മറ്റു കാലിൽ തൊടാൻ ശ്രമിക്കേണ്ടത്. കുനിഞ്ഞു നിന്നുകൊണ്ട് മാറി മാറി തൊടുകയല്ല വേണ്ടത്. ഓർമ്മിക്കുക. ടൈം ഡ്യൂറേഷൻ ഇത് 5 തവണ ചെയ്യുക. 15 സെക്കൻഡ് വെച്ചും ചെയ്യുക. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ശരീരത്തിന് അകത്തും പുറത്തുമുള്ള സകല അവയവങ്ങൾക്കും സാമാന്യം നല്ല വ്യായാമം കിട്ടുന്നു. ഇത് കൈകാലുകൾ, തോള്, കഴുത്ത്, നെഞ്ച്, കണ്ണുകൾ മുതലായവയെല്ലാം പ്രത്യേകിച്ച്. ഈ യോഗാസനം വളരെ സിമ്പിളാണ്. ത്രികോണാസനങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇത് അരക്കെട്ടിലും ഇടുപ്പിലെയും ദുർമേധസ്സുകൾ കുറയ്ക്കുന്നു. ഇത് അരക്കെട്ടിന് കുറച്ചും കൂടി ഒതുക്കം കിട്ടുന്നതാണ്. അപ്പോൾ ഈ യോഗാസനം നമുക്ക് ശരീരത്തിലെ അകത്തും പുറത്തുള്ള എല്ലാ അവയവങ്ങൾക്കും നല്ല വ്യായാമം കിട്ടുന്നതാണ്. ഇത് നമ്മുടെ അരക്കെട്ട് കുറച്ചും കൂടെ ഒതുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ യോഗാസനം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ്